നമ്മൾ രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് കയറുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ പ്രഭാഷണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർമ്മിക്കുന്നത്, ഞാൻ ഇന്നലെ നിങ്ങളോട് ചോദിച്ചിരുന്നു, യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ ഭർത്താവും ഭാര്യയുമൊക്കെ ആക്കി ദൈവം മാറ്റിയിരിക്കുന്നത് ഒരാളെ മറ്റേ ആൾ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചത് എന്ന് പറയുകയുണ്ടായി. പോകാൻ സ്വർഗമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പോകാനായിട്ടൊരു സ്വർഗമുണ്ടോ നമുക്ക്? പണ്ടൊക്കെ നമ്മളോട് വല്യമ്മമാർ സ്വർഗത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അത് കേൾക്കാനുള്ള ഭാഗ്യമില്ല. അങ്ങനൊരു കഥയൊന്നും ആരും കേൾക്കുന്നില്ല. പിന്നെ ഈ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുകയാണ് സ്വർഗമൊക്കെ. പക്ഷേ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ വളരെ സജീവമായ ഒരു സ്മരണയും ഒരു അറിവും ഒരു ബോധ്യവുമൊക്കെയാണ് നമ്മളിതിന് ശേഷം സ്വർഗത്തിലേക്ക്, അല്ലെ നമ്മൾ ഈശോയുടെ പക്കലേക്കാണ് പോവേണ്ടത് എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വളരെ വ്യക്തമായി ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:1 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുകയില്ലായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കേണ്ടടുത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. ഇതാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ട് ഇതിനകത്ത്? യോഹന്നാൻ 14:1 നമ്മളെ പഠിപ്പിച്ചതാണിത്, അല്ലേ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടുകയൊന്നും വേണ്ട. ഞാൻ പോവാന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത്, അതെവിടെയാണ്? അവൻ ഉത്ഥിതനായി സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്ന് നമ്മൾ പറയുന്നു. പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. ശരിക്കും ബലിപീഠത്തിൽ നമ്മൾ തിരുവചനം വെക്കുന്നത് തന്നെ അതിൻ്റെ സൂചനയാണ്, അല്ലെ? ബലിപീഠം എന്ന് പറഞ്ഞാൽ സ്വർഗ സിംഹാസനമാണ്, പിതാവ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് പുത്രൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളിവിടെ വെക്കുക. അപ്പോൾ ബലിപീഠത്തിൽ ഈശോയെ സൂചിപ്പിക്കുന്നതിനായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്, വചനത്തെ വെച്ചിരിക്കുന്നത്. പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാൻ വീണ്ടും വരും. ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട്, നിങ്ങൾക്കായിട്ടുള്ള സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാറുമല്ലോ ആയോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? അപ്പോൾ ഓർത്തോണം, ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സ്ഥലം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ചിലരുടെയൊക്കെ വീട് മൊത്തം ഫർണിഷിങ് ആയി കഴിഞ്ഞു, ഇനി വെഞ്ചരിച്ചാൽ മതി, അപ്പോൾ അങ്ങോട്ട് പോവാം. ചിലരുടെയൊക്കെ വീട്ടിൽ ഈ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ശരിയായാൽ മതി, അങ്ങോട്ട് പോവാം. ചിലരുടെയൊക്കെ വീട് ഫൗണ്ടേഷൻ ഇട്ടിട്ടേ ഉള്ളൂ, ഇനി അത് പണിത് ഈശോ ശരിയാക്കിക്കൊണ്ട് വരണം. ചിലരുടെയൊക്കെ മൊത്തം ആയി കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഇന്ന ദിവസം മുതൽ ഓപ്പണിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം ആക്കി വെച്ചേക്കുകയാണ്. നമ്മളങ്ങോട്ട് ചെന്നാൽ മതി, കയറ്റി താമസിപ്പിക്കാൻ റെഡിയാണ്. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പം അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനുള്ളവരാണ്. അതുകൊണ്ടാണ് ഈശോ പിന്നീട് നമ്മൾ പറയുന്നത്, നമുക്ക് നിത്യമായി ഇവിടെ പാർപ്പിടങ്ങളില്ല, നമുക്കിവിടെ നിത്യ നഗരങ്ങളില്ല. അവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പഠിപ്പിച്ച് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. നമുക്കൊരു ജെറുസലേം, സ്വർഗീയ ജെറുസലേം, നമ്മൾ അങ്ങോട്ടാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്.
പക്ഷേ സ്വർഗത്തിലേക്ക് ഭാര്യയെ കൊണ്ടുപോകുമോ ഭർത്താവിനെ കൊണ്ടുപോകുമോ എന്ന് ഞാൻ ചോദിച്ച് അങ്ങനെ നിർത്തി. ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് അവിടെ നിർത്തി. ഇപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഉറപ്പായിട്ട് പറയുന്നു നമ്മളെ അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, അതിനായിട്ടാണ് അവൻ വരുന്നത് എന്ന് പറയുന്നു. പക്ഷേ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുമോ? നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുമോ? ചില കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് ഈശോ പറഞ്ഞു അവിടെ ചെല്ലാൻ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് എത്താൻ പ്രയാസമുള്ളൊരു സമയം പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ എത്തത്തില്ല, സ്വർഗത്തിലേക്ക് എത്തത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി രമ്യതപ്പെടണം, അല്ലെങ്കിൽ നിന്റെ ബലി പിതാവിൻ്റെ പക്കലേക്ക് എത്തത്തില്ല. അപ്പം ഇതൊന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കത്തില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. വേറെ ചില കാര്യങ്ങൾ വന്നപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഈശോ പറഞ്ഞു അവൻ സ്വർഗരാജ്യത്തിൽ പോകുക വലിയ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. അത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? അത് പറഞ്ഞത് ഒരു ധനികന്റെ കാര്യമാണ് പറഞ്ഞത്. ആ ധനികന്റെ കാര്യം പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, ഒരു ധനികൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയ്ക്ക് അകത്തൂടെ കയറി പോകുന്നതായിരിക്കും. ധനികൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറി പോകുന്നതാണ്. അപ്പോൾ ദൈവം അടുത്ത പ്രശ്നം, അതെന്തൊരു പരിപാടിയാണ്? നമ്മൾ അധ്വാനിച്ച്, നമ്മൾ ജോലി ചെയ്ത്, നമ്മൾ കാശുണ്ടാക്കി, നമ്മളൊരു വീടൊക്കെ വെച്ച്, നമ്മൾ നന്നായിട്ട് ജീവിച്ച്, നമ്മളൊരു കാറൊക്കെ മേടിച്ച്, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമുക്ക് പറ്റുന്ന പോലൊക്കെ പലർക്കും വല്ലൊക്കെ കൊടുത്തൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? കാശുണ്ടാവുന്നതാണോ ഈശോയുടെ പ്രശ്നം? മണ്ണുണ്ടാവുന്നതാണോ ഈശോയുടെ പ്രശ്നം? കെട്ടിടം മേടിക്കുന്നതാണോ ഈശോയുടെ പ്രശ്നം? നമുക്ക് പണമുണ്ടായി എന്ന് പറയുന്നതാണോ ഈശോയുടെ പ്രശ്നം? നമുക്ക് 4 അക്കമോ 5 അക്കമോ ഉള്ള ശമ്പളം കിട്ടുന്നതാണോ ഈശോയുടെ പ്രശ്നം? ഇതൊന്നും അല്ല ഈശോയുടെ പ്രശ്നം. എന്താണ് ഈശോയുടെ പ്രശ്നം എന്നുള്ളത് വളരെ വ്യക്തമായി ലൂക്കായുടെ സുവിശേഷം നമ്മളെ പഠിപ്പിച്ചു. ഇത് കുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യമാണ്. കുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായമാണ് 1-ാമത്തെ ധനികനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ലൂക്ക 12 പറയുന്ന ധനികനൊരു പ്രത്യേക പേരുണ്ട്. എന്താണ് ആ ധനികന്റെ പേര്? ഭോഷനായ ധനികൻ എന്നാ വിളിച്ചേക്കുന്നവനെ. ഭോഷനായ ധനികൻ. ആരാണ് ഈ ഭോഷൻ? അവൻ അത്ര ഭോഷനൊന്നും അല്ലായിരുന്നു. അങ്ങനെ മാനുഷികമായിട്ടുള്ള വാക്കിൽ പറയുകയാണെങ്കിൽ അവനങ്ങനെ ഭോഷനൊന്നും അല്ല. എന്താ കാര്യം? ഒരു നല്ല വിളവ് കിട്ടി. നല്ല വിളവൊക്കെ തൻ്റെ സ്ഥലത്തുനിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ന്യായമായ ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കണം. സമയത്ത് വെള്ളം ഒഴിക്കണം, സമയത്ത് വളവിടണം, സമയത്ത് ജോലിക്കാരെ നിർത്തണം, സമയത്ത് കളപറപ്പിക്കണം. ഇതൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ അയാൾ ചെയ്തു. അപ്പം അയാൾക്ക് ഇതൊക്കെ കിട്ടി. അയാളുടെ ഭക്ഷ്യശേഖരം, അയാളുടെ വയലിൽ നിന്ന് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള വിളവ് കിട്ടി. ഈ വിളവെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാൾ ചെയ്തത് എന്ത്? അയാൾ നോക്കിയപ്പോൾ ഒരുപാട് വിളവ്, ചിന്തിക്കാൻ മേലാത്തതുപോലെ വിളവ്, അത്രയാണ് കിടക്കുന്നത്. അറപ്പുരകൾ അയാൾ പണിതു. അറപ്പുരകളൊക്കെ നിങ്ങൾ ഇവിടെയൊക്കെ ചിലപ്പോൾ വില്ലേജുകളിലൊക്കെ പോയാൽ കാണാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ വേറെ ചില നോർത്ത് സൈഡിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മൾ നോർത്ത് സൈഡിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഗോതമ്പിൻ്റെയൊക്കെ അറപ്പുരയുണ്ട്. ഭയങ്കര, നമ്മുടെ ഈ പള്ളിയുടെ വലുപ്പത്തിൽ ഭയങ്കര കൂമ്പാരമായിട്ട് ഗോതമ്പൊക്കെ കൂട്ടിയിട്ടേക്കും. ഭയങ്കരമായിട്ടുള്ള അറപ്പുരയായിട്ട് കളക്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അങ്ങനത്തെ വലിയ അറപ്പുരകൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അതുവരെ ഉണ്ടായിരുന്ന അറപ്പുരകൾ പൊളിച്ചിട്ട് കുറച്ചുകൂടെ വീതി കൂട്ടി അറപ്പുരകൾ പണിതു. എന്നിട്ട് അത് മുഴുവനും അവിടെ കൂട്ടിവെച്ചു. ഇതായിരുന്നു അയാളുടെ ഭോഷത്വം. ഇതായിരുന്നു ഭോഷത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് ഇത്രയേറെ കാര്യങ്ങൾ അയാൾക്ക് വന്നപ്പോൾ അയാൾ ഒരു കാര്യം മറന്നുപോയി. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല.
എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ഇതാണ് അയാൾ മറന്നുപോയത്. എല്ലാം ദാനമാണ്, ദൈവം തരാത്തതായിട്ടൊന്നുമില്ല എന്ന് അയാൾ മറന്നു. ദൈവം ഓരോന്ന് തന്നിട്ടുള്ളത് എനിക്ക് വേണ്ടി മാത്രമല്ല. എനിക്ക് 2 കൈ ദൈവം തന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. എനിക്ക് 2 കാലുകൾ ദൈവം തന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ അപ്പൻ പ്രായമായി കിടക്കുമ്പോൾ, എൻ്റെ അമ്മ പ്രായമായി കിടക്കുമ്പോൾ, എൻ്റെ അമ്മയ്ക്ക് നടുവേദന എടുക്കുന്നെന്ന് പറയുമ്പോൾ, മുട്ടുവേദന എടുക്കുന്നെന്ന് പറയുമ്പോൾ, കാല് വയ്യാന്ന് പറയുമ്പോൾ എനിക്ക് തമ്പുരാൻ കൈ തന്നേക്കുന്നത് കാല് മേലാതിരിക്കുന്ന അമ്മയെ പിടിച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരയൽപക്കക്കാരനെ പിടിച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ കൈയും കാലും ഒക്കെ തന്നേക്കുന്നത്. പാവപ്പെട്ട ഒരു മനുഷ്യൻ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളതിൽ നിന്ന് എടുത്തവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈ തന്നേക്കുന്നത്. എനിക്കുള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈ തന്നിരിക്കുന്നത്. അപ്പൊ ദൈവം എനിക്ക് തന്നേക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാനുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ. ഇതയാൾ മറന്നുപോയി. ഇതയാൾ മറന്നുപോയെന്ന് മാത്രമല്ല, ആരും ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം വലിപ്പമുള്ളതാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്കെല്ലാം സാധനങ്ങൾ കൂട്ടി വെച്ചിട്ട് മൊത്തം പൂട്ടി. ഈ മൊത്തം പൂട്ടുക മാത്രമല്ല ചെയ്തത്, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഒരു ചാരുകസരയൊക്കെ എടുത്ത് കാലൊക്കെ കൊണ്ട് നീട്ടി പൊക്കി വെച്ച് തലയൊക്കെ കൊണ്ട് ചായച്ച് കിടന്നിട്ട് പറഞ്ഞു, തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക. തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക. എന്നിട്ട് പറഞ്ഞു, എന്തു പറഞ്ഞു? അനേക സംവത്സരങ്ങളിലേക്കുള്ളത് നീ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. അനേക സംവത്സരങ്ങളിലേക്കുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. ചില അപ്പന്മാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ദൈവത്തെ വിചാരമില്ലാതെ, ദൈവത്തോട് സ്നേഹമില്ലാതെ, ദൈവത്തെ ആശ്രയമില്ലാതെ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ട് പറയും, ഒരുപാട് തലമുറകളോളം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഒരെണ്ണത് അനുഭവിക്കത്തില്ല, അടിച്ച് പിരിയും, തമ്മിൽ വഴക്ക് പിടിക്കും, തല്ലി കീറും. എന്ത് പ്രശ്നങ്ങളാണ് ചില വീടുകളിലൊക്കെ. ഞാൻ നേരിട്ട് കണ്ടിട്ട് അനുഭവിച്ചിട്ട്. എന്നെ ഒരിക്കൽ ഒരാളുടെ വിൽപത്രം കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. മരിച്ചു പോകുന്ന അവസരത്തിൽ ആശുപത്രിയിൽ വെച്ച് വിൽപത്രം എഴുതി എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇത് നടപ്പിൽ വരുത്താനായിട്ട് നമ്മൾ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഇന്ന ആൾക്കാർക്ക് അത് എത്തിക്കണമെന്നുള്ള രീതിയിൽ ഏൽപ്പിച്ചു. വല്ല നിവൃത്തിയുണ്ടെ ആ പണി ഏൽക്കരുത്. പ്രത്യേകിച്ചും കാശുള്ളവരുടെ ആണെങ്കിൽ ഒട്ടും ഏൽക്കരുത്, ആ പണി ഏൽക്കരുത്. എന്തൊരു പാടായിരുന്നു ഈ കാര്യം ഒന്ന് ചെയ്യാനായിട്ട്, എന്തൊരു പ്രയാസമായിരുന്നു. തമ്മിൽ എന്തൊരു ബഹളമായിരുന്നു സഹോദരങ്ങൾ തമ്മിൽ കടന്നുകൊണ്ട്. ഒടുവിൽ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന് ഇത്ര രൂപ തന്നിട്ട് ആ രൂപ കൊണ്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയത് എഡ്യൂക്കേഷന് പാവപ്പെട്ട കുട്ടികളെ സഹായിക്കണം എന്നൊരു നിബന്ധന അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ സ്ഥലം കൊടുത്ത ആൾക്കാർ, അതായത് ചങ്ങനാശ്ശേരിയിലൊക്കെ നല്ല കണ്ണായ സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലം, അതിൽ 5 വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കണം. അപ്പോൾ അവരോട് വളരെ മിനിമം പൈസയാണ് അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. ഓരോ ലക്ഷം രൂപ, അതായത് 1 സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ 5 ലക്ഷം രൂപ, അത് 2 പേരോടാകുമ്പോൾ 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ബാങ്കിലിട്ടുകൊണ്ട് ആ 10 ലക്ഷം രൂപ കൊണ്ട് പാവപ്പെട്ട കുട്ടികളെ സഹായിക്കണം. ഇതായിരുന്നു നിബന്ധന. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് നടപ്പിൽ വരുത്തണം. ഇത് ഇന്ന സമയം കൊണ്ട് നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ എനിക്കതിൻ്റെ മേൽ പൂർണ്ണ അധികാരമുണ്ടെന്നും ബാങ്ക് വഴിയായിട്ട് ആ വസ്തു അറ്റാച്ച് ചെയ്ത് പിന്നെ അത് വേറെ വിലയ്ക്ക് വിൽക്കാം എന്നൊക്കെ അതിനകത്ത് ധാരണയാണ്. അപ്പോൾ ഇവരോട് ഞാൻ ഈ സമയമൊക്കെ ആയി പല പ്രാവശ്യം ഞാൻ അത് പറഞ്ഞു. നിങ്ങൾ അപ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് തോന്നുന്നു, വെച്ചാൽ അത് ഭയങ്കര പൈസയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ വന്ന് എന്നോട് പറയണം, വെച്ചാൽ അതെ ഒരു 2 ലക്ഷം രൂപ അധികം തന്നേക്കാൻ പറഞ്ഞു. ഒരു 2 ലക്ഷം രൂപ എന്തിനാ ട്രസ്റ്റായിട്ട് പൈസ ഇടാനല്ലേ, വെറുതെ എന്തിനത് കളയുന്നത്? 2 ലക്ഷം രൂപയ്ക്ക് തന്നേക്കാവുന്നത്. ഒരാൾ മരിച്ചപ്പോൾ എഴുതി വെച്ച വില്ലാണ്, അത് മേടിക്കാനായിട്ടാണ് ഈ ബഹളം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. അവസാനം അവർ പൈസയൊക്കെ തന്നു, കാര്യങ്ങളൊക്കെ ശരിയായി. പക്ഷെ ഒരുപാട് അതിൻ്റെ പുറകിൽ ഈ നിയമത്തിന് വേണ്ടിയൊക്കെ നിൽക്കേണ്ടി വന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ദൈവത്തെ ആശ്രയിക്കാതെയും ദൈവത്തെ സ്നേഹിക്കാതെയും ഒക്കെ നിന്ന് ഒരുപാട് സമ്പാദിച്ചു വെച്ചാൽ അതൊന്നും പിന്നെ അനുഭവിക്കത്തില്ല ആൾക്കാർ. അതെല്ലാം പ്രശ്നങ്ങളായി മാറും ജീവിതത്തിൻ്റെ അകത്ത്. ഈ മനുഷ്യൻ ഇവിടെ ആർക്കും ഒന്നും കൊടുക്കാതെ
കൂട്ടിവെച്ചതാണ് ഈ മനുഷ്യന്റെ പ്രശ്നം. സുഖലോലുപതയായിരുന്നു ഈ മനുഷ്യന്റെ പ്രശ്നം. തിന്നുകുടിച്ച് സന്തോഷിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഒരു കാര്യം മറന്നുപോയി. ഇയാൾ മറന്നുപോയ വസ്തുത എന്താണ്? ഇയാൾ മറന്നുപോയ വസ്തുത, ഞാൻ വീണ്ടും വരും, നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഇത് ഇയാൾ മറന്നുപോയി. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ളത് ഇയാൾ മറന്നു. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. കേട്ടു നടുങ്ങി മനമിളകി ഭീതി വളർന്നൻ സ്വരമിടറി. നമ്മൾ എന്ത് പറഞ്ഞു? ഒരു നിമിഷം ഞാൻ എന്താണ് ഉണർത്തിച്ചത്? ഞാൻ ഒരു നിമിഷം ഒരുങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ്. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാൻ അവലംബം. ഇതാണ് നമ്മൾ മറന്നു പോകുന്നത്. ഈ സാധനം എപ്പോഴാണ് ദൈവം വന്ന് നമ്മളെ വിളിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിത്യജീവനിലേക്ക് പോകാനുള്ളവരാണ് നമ്മൾ. അതിന് തടസ്സമായി സമ്പത്ത് നിൽക്കുന്നത് എപ്പോഴാണ്? അതിന് തടസ്സമായി സമ്പത്ത് നിൽക്കുന്നത് 5 അക്ക ശമ്പളം കിട്ടുമ്പോഴല്ല. അതിന് തടസ്സമായി സമ്പത്ത് നിൽക്കുന്നത് നമ്മൾ ഭൂമി വാങ്ങിച്ചത് കൊണ്ടല്ല. അതിന് തടസ്സമായി സമ്പത്ത് നിൽക്കുന്നത് നമുക്ക് വാഹനമുള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് മാത്രമായിട്ട് തന്നിരിക്കുന്നതല്ല. അത് നമ്മളാൽ ആവും വിധം നമ്മളെ ആശ്രയിക്കുന്നവർക്കും ആർക്കൊക്കെ അർഹിക്കുന്നുവോ അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ്. അത് മറന്നു പോകുമ്പോഴാണ് നീ അങ്ങോട്ട് പോകാനുള്ള ആളാണെന്ന് നീ മറക്കുന്നത്. ഇതൊരു കുടുംബത്തിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങളുടെ ഒരു കുഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പഠിക്കുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ഒരു കുഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പഠിക്കുന്നത് എപ്പോഴാണ്? കൊടുക്കുന്ന ഒരപ്പനെ കാണുമ്പോഴാണ്, കൊടുക്കുന്ന ഒരമ്മയെ കാണുമ്പോഴാണ്. ഒരു മനുഷ്യൻ ഭിക്ഷ ചോദിച്ച് വരുമ്പോൾ, ഒരു സഹായം ചോദിച്ചു വരുമ്പോൾ അയാളെ ഇറക്കി വിടുകയും അയാളെ ഓടിച്ചു വിടുകയും ചെയ്യുന്നതാണ് നിരന്തരമായ ഒരു കുട്ടി കാണുന്നതെങ്കിൽ ആ കുട്ടി കൊടുക്കാൻ പഠിക്കത്തില്ല. കരുണയായിരിക്കാൻ ഒരു കുട്ടി പഠിക്കുന്നത് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. കരുണയായിരിക്കാൻ ഒരു കുട്ടി പഠിക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യാറില്ലേ, കൊച്ചു പിള്ളേരെ പള്ളിയിലൊക്കെ കൊണ്ടുവന്നിട്ട് നേർച്ചയൊക്കെ പിള്ളേരെ കൊണ്ടിടിപ്പിക്കും. അപ്പം ഈ നേർച്ചപ്പാത്രം ഇവിടെ എടുക്കുമ്പോഴേ കൊച്ച് നമ്മളൊക്കെ കൈ നീട്ടിക്കൊണ്ടിരിക്കും. എന്തിനാ? പൈസ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അവനത് വലിയ സന്തോഷമാണ് അതിനകത്ത് ഇടാനായിട്ട്. പക്ഷേ 2 പ്രാവശ്യം കൈ നീട്ടുമ്പോൾ അപ്പം കൈക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുത്തെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചെറുക്കൻ്റെ നേരത്തെ പാത്രം കിളിങ്ങിയാലൊന്നും കൈ അനക്കത്തില്ല. കാരണം അവൻ പഠിച്ചു കൊടുക്കരുതെന്ന് പഠിച്ചു, കൊടുക്കരുതെന്ന് അവൻ പഠിച്ചുപോയി. ഇതിങ്ങനെയാണ് എല്ലാ മനുഷ്യരോടും ജീവിതത്തിൻ്റെ അകത്ത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അക്യുമുലേറ്റ് ചെയ്യുന്നവരാക്കി മാത്രം വളർത്തരുത്. അവൻ്റെ മേശപ്പുറത്ത് അവനിഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഇങ്ങനെ കൂട്ടിവെക്കുക. അവൻ്റെ മുറിക്കകത്ത് അവനിഷ്ടമുള്ള സാധനങ്ങളും ആ ലോകത്തിലും മാത്രം ജീവിക്കുക. അവൻ കണ്ണ് തുറന്ന് ആവശ്യക്കാരെ കാണാൻ പഠിപ്പിച്ച് അവനെ മാറ്റണം. അവനോട് പറയണം ഇതിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന്. അവനോട് പറയണം നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ളവരാണെന്ന്. അവനോട് പറയണം നമ്മൾ നമ്മുടെ ലോകത്തിൽ മാത്രം ജീവിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടത്തില്ല എന്നുള്ളത്. അവനോട് പറയണം ഇതെല്ലാം ദൈവം തന്നതാണ്. അവനോട് പറയണം ഇത് അപ്പൻ്റെ ബുദ്ധിയുടെ കഴിവല്ല, ഇത് അമ്മയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവല്ല, ദൈവം തന്നതാണ്. ദൈവം തന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. അത് അവൻ അറിയണം. നമ്മൾ കൊടുക്കുന്നത് അവൻ അറിയണം. നമ്മൾ കൊടുക്കുന്നത് അവൻ്റെ കൈകളിലൂടെ കൊടുക്കണം. നമ്മൾ വളരെ സന്തോഷമായിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് പഠിപ്പിക്കണം. അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ മാത്രമല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, അവന് ആവശ്യമായ വിദ്യാഭ്യാസവും മാനസികമായ വളർച്ചയും കൊടുക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ ആത്മീയമായ വളർച്ചയും അതിൻ്റെ അകത്തുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പങ്കുവെക്കൽ കർമ്മം. ഈ പങ്കുവെക്കലിന് അവനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവനെ ഒരു മനുഷ്യനായി തീരാൻ പഠിപ്പിക്കുകയാണ്. അവനെ നിങ്ങളൊരു മനുഷ്യനായി തീരാൻ പഠിപ്പിക്കുകയാണ്. പങ്കുവെക്കാത്തവനായി അവനെ കൊണ്ടുപോകുമ്പോൾ, ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കാത്തവനായി അവനെ കൊണ്ടുപോകുമ്പോൾ
നിങ്ങൾ അവൻ്റെ ജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, അവനെ പ്രശ്ന സങ്കീർണമായ ഒരു ജീവിതത്തിലേക്കാണ് അവനെ വളർത്തിവിടുന്നത്. അവൻ വലിയ സ്വാർത്ഥമതിയാകും. ഒടുവിൽ എന്ത് പറ്റും? അവൻ നിങ്ങളെപ്പോലും അന്വേഷിക്കത്തില്ല. അവൻ നിങ്ങളെപ്പോലും അന്വേഷിക്കത്തില്ല. ആ രീതിയിലേക്ക് അവൻ്റെ വളർച്ച കടന്നു പോകും. അതുകൊണ്ട് അവൻ്റെ ലോകത്ത് മാത്രം ജീവിക്കുന്നൊരവസ്ഥയിൽ നിന്ന്, അവളുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നൊരവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കണം. അതിനെന്ത് ചെയ്യണം? പങ്കുവെക്കുന്നവരാവണം. ആ സമ്പത്ത് നൽകപ്പെട്ടിരിക്കുന്നത് പങ്കുവെക്കാനായിട്ടാണ്. അത് പങ്കുവെക്കുന്നവരായി മാറണം. ഇതാണ് ഒന്നാമത്തെ ധനികൻ. രണ്ടാമത്തെ ഒരു ധനികനെ നമുക്ക് കാണിച്ചു തരുന്നത് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായമാണ്. 18-ാമത്തെ അധ്യായത്തിൽ ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായമാണ്. 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു ധനികനുണ്ട്. 16-ാമത്തെ അധ്യായം നമ്മളോട് വിവരിച്ചു തരുന്നത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വിവരിക്കുന്ന അവസരത്തിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഈ ധനവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്ന പട്ട് ധരിച്ച് ജീവിച്ച ഒരാളായിരുന്നു. നല്ല മെത്തയിൽ കടന്നുറങ്ങിയ ഒരാളായിരുന്നു. സുഖലോലുപതയിൽ കടന്നുറങ്ങിയ ഒരാളായിരുന്നു. നല്ല കുശാലായ ഭക്ഷണം കഴിച്ച ഒരാളായിരുന്നു. വീഞ്ഞു കുടിച്ചും അതുപോലെ നല്ല ഭക്ഷണം കഴിച്ചുമൊക്കെ വളരെ ആർഭാടമായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. സുഖലോലുപതയിൽ ജീവിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ ഈ മനുഷ്യൻ ജീവിച്ച അവസരത്തിൽ ആ മനുഷ്യന്റെ പടിവാതുക്കൽ ഒരു പാവപ്പെട്ടവൻ വന്ന് കടന്നിരുന്നു. പാവപ്പെട്ടവൻ എന്നാണ്, ദരിദ്രൻ എന്നാണ് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദരിദ്രനായ ഈ മനുഷ്യന് ചില വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു. ദരിദ്രനായ ഈ മനുഷ്യന്റെ വിശേഷണങ്ങൾ പറഞ്ഞേക്കുന്നത് ദേഹത്ത് മുഴുവനും വ്രണങ്ങളുണ്ടായിരുന്ന മനുഷ്യനാണിത്. മുഴുവനും പൊട്ടി അളിഞ്ഞ ഒരു മനുഷ്യൻ. വീണ്ടും പറയുന്നുണ്ട്, നായ്ക്കൾ വന്ന് ആ വ്രണങ്ങൾ നക്കിയിരുന്നു. അത്രയ്ക്ക് മാത്രം മോശമായ ഒരവസ്ഥ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ഇയാൾ എവിടെ കിടന്നത്? പടിവാതുക്കൽ. പടിവാതുക്കൽ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലമാണ്? പടിവാതുക്കൽ എന്ന് പറഞ്ഞാൽ ഗേറ്റാണ് അല്ലേ? നമ്മുടെ വീട്ടിലോട്ട് കയറാനുള്ള പടിവാതിലാണത്. അപ്പം ഈ ധനികന്റെ പടിവാതുക്കൽ അത് കടന്നിരുന്നത്, ഈ മനുഷ്യൻ കടന്നിരുന്നത്. നമുക്ക് ഓർമ്മിക്കാം, ഇത്ര നന്നായിട്ട് ജീവിച്ച ഒരു ധനികൻ അംഗരക്ഷകരുണ്ട്. ഇത്ര നന്നായിട്ട് ജീവിച്ച ഒരു ധനികൻ വളരെ നല്ലൊരു വീടായിരുന്നായിരിക്കണം. ആ വീടിൻ്റെ വാതുക്കൽ ഈ പൊട്ടി അളിഞ്ഞ മനുഷ്യൻ വന്ന് കിടക്കുകയാണ്. പക്ഷേ ഈ ധനികൻ ഒരു പോസിറ്റീവ്, ഒരു പ്ലസ് ഉണ്ടായിരുന്നു. എന്താണ് ആ പ്ലസ്? ഇയാളെ എഴുന്നേൽപ്പിച്ച് വിട്ടോ? ഇല്ല, ഇയാളെ എഴുന്നേൽപ്പിച്ച് വിട്ടേയില്ല. ഇയാൾ അവിടെ സുഖമായിട്ട് കടന്നിരുന്നു. ഒരു കുഴപ്പമില്ലാതെ കടന്നിരുന്നു. ഇയാൾ അവിടെ കടന്നിരുന്നു മാത്രമല്ല, ഈ മനുഷ്യൻ വിശപ്പ് കൊണ്ട് മരിച്ചു എന്ന് ബൈബിള് പറഞ്ഞിട്ടില്ല. കാരണം ഈ മനുഷ്യന് വിശപ്പില്ലായിരുന്നു. കാരണം എന്താണ്? ഈ ധനികൻ കഴിക്കുന്നതിൻ്റെ മിച്ചം മുഴുവൻ കിട്ടുമായിരുന്നു. കുശാലായ ഭക്ഷണം കഴിച്ച് മിച്ചം ഇയാൾ മുഴുവൻ കഴിക്കുകയല്ലേ, ഇത് ബാക്കി അങ്ങോട്ട് കൊടുക്കും. അപ്പം ഇയാൾക്കും ഇങ്ങോട്ട് കൊടുക്കും. ബാക്കി അവിടെ ഇട്ട് തുടങ്ങും, അവരാരെങ്കിലും എടുത്തു കൊടുക്കും. ഇയാൾ ആ ബാക്കിയൊക്കെ കഴിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പം ഈ ലാസർ വിശപ്പ് കൊണ്ട് മരിച്ചു എന്ന് ബൈബിള് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറഞ്ഞ കാലങ്ങൾ കഴിഞ്ഞു, രണ്ടുപേരും മരിച്ചു. ധനികനും മരിച്ചു, ദരിദ്രനും മരിച്ചു. എന്നിട്ട് എന്നാ സംഭവിച്ചു? ധനികനും മരിച്ചു, ദരിദ്രനും മരിച്ചു. ദരിദ്രൻ അബ്രാഹത്തിന്റെ മടിത്തട്ടിൽ പോയി. എവിടെ അബ്രാഹം ഇരിക്കുന്നത്? അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ജീവിക്കുന്നവരുടെ ദൈവമേ എന്നൊക്കെ പറഞ്ഞാൽ ഈശോ പറയുന്നുണ്ട്, ഉത്ഥാനം ചെയ്തവരുടെ ദൈവം എന്നാ വിളിക്കുന്നത്. അവരൊക്കെ ഉത്ഥാനം ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പോൾ അബ്രാഹത്തിന്റെ മടിത്തട്ടിൽ ഇരിക്കുകയാണ് ഈ ദരിദ്രനായ മനുഷ്യൻ. അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ധനികനെ കുറിച്ച് പറയുന്നത്, അയാൾ താഴെ ഒരു ഗർത്തത്തിൽ, വലിയൊരു വിടവിൽ ഒരു ഗർത്തത്തിലാണ് അയാൾ. അയാൾക്ക് ചുറ്റും അഗ്നി ജ്വാലയാണ്. അയാൾ വല്ലാതെ ക്ലേശിക്കുകയാണ്. അയാൾ ലാസറിനെ നോക്കിയിട്ട് പറയുകയാണ്, നാവിൽ ഒരു തുള്ളി വെള്ളം മുക്കിയിട്ടൊന്ന് ഒഴിച്ചു തരുമോ അവിടുന്ന്, എൻ്റെ നാവിൽ വീഴാനായിട്ട്. കയ്യിൽ ഒരു തുള്ളി വെള്ളം മുക്കിയിട്ട് എൻ്റെ നാവിലേക്ക് ഒന്ന് ഒഴിച്ചു തരുമോ, ഇതാ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ കുഞ്ഞെ, ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ സാധിക്കത്തില്ല. ഇവിടെ നിന്ന് ആർക്കും ഒന്നും അങ്ങോട്ട് തരാൻ സാധിക്കത്തില്ല. അപ്പം ഈ ധനികൻ പറയാണ്, എന്നാ ഒരു ഉപകാരം ചെയ്യേ, ഒരു ഉപകാരം ചെയ്യേ. എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉപകാരം ചെയ്യണം. ചെയ്യേണ്ട ഉപകാരം ഇത്രയേ ഉള്ളൂ. അവിടെ പോയിട്ട് എൻ്റെ ചേട്ടാനിയന്മാരുണ്ട് താഴെ, അവിടെ
എൻ്റെ ചേട്ടാനിയന്മാരോട് പറയണം, ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ, അതുകൊണ്ട് ഞാൻ ജീവിച്ച പോലെ അവിടെ ജീവിക്കരുതെന്ന് പറയണം. അപ്പോൾ ഉടനെ അവർ പറയാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരും നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് മതി അവർക്ക്. അത് കേട്ടില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അതെ, ഈ മരിച്ചുപോയ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ദേ ഇതുപോലെ ജീവിക്കരുത്, ഞങ്ങളിവിടെ കഷ്ടപ്പെടുകയാണ്, ഇതുപോലെ ജീവിക്കരുത് കേട്ടോ ഭൂമിയിൽ എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും. ഇതുപോലെ ജീവിക്കരുതെന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും. ഈ മനുഷ്യന് പറഞ്ഞതുപോലെ അനീതി എന്താണ് ഈ മനുഷ്യന് പറ്റിയ കുഴപ്പം? ഇയാൾ യഥാർത്ഥത്തിൽ ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യനോട് കരുണ കാണിച്ചില്ലേ? കാരണം അയാൾ വാതിൽക്കൽ കിടക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് പൊട്ടി അളഞ്ഞൊരു മനുഷ്യൻ കിടക്കാൻ നമ്മൾ സമ്മതിക്കുമോ? നമ്മുടെ ഫ്ലാറ്റിൻ്റെ വാതിൽക്കൽ കിടക്കാൻ സമ്മതിക്കുമോ? ഫ്ലാറ്റിൻ്റെ വാതിൽക്കൽ നമ്മളിതൊന്നും അറിയണ്ട, സെക്യൂരിറ്റി ഉണ്ട്, ആൾക്കാരുണ്ട്, അവരൊക്കെ പറപ്പിച്ചോളൂ അവിടുന്ന്, നമ്മളിതൊന്നും അറിയണ്ട. നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ കിടക്കാൻ സമ്മതിക്കുമോ? നമ്മളപ്പം മുനിസിപ്പാലിറ്റി വിളിച്ച് പറയും, അതെ ഇവിടെ ഒരാൾ കിടപ്പുണ്ട്, കൊണ്ടുപോകണമെന്ന് പറയും. ഇനി ഇതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്നാ പറയും? നമ്മൾ പറയും, എത്ര രൂപ വേണമെങ്കിലും തന്നേക്കാം, എവിടെയെങ്കിലും പൊക്കോ, ഇവിടെ കിടക്കാൻ പാടില്ല, അപ്പുറത്തെ വീടിൻ്റെ അവിടെ പോയി ഇവിടെ കിടക്കാൻ പാടില്ല എന്ന് പറയും, ഇവിടെ കിടക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഓടിച്ചു വിടും. പക്ഷേ ഈ ധനികൻ ഇതൊന്നും ചെയ്തില്ലല്ലോ. അപ്പം ഈ ധനികൻ ഇതൊന്നും ചെയ്യാഞ്ഞിട്ടും ഈ ധനികൻ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു? ഞാൻ ഒരിക്കൽ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചപ്പം, ഈ ധ്യാനം കൂടിക്കൊണ്ടിരുന്നിടത്ത് ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, ആ കുട്ടി ഒരു ഉത്തരം പറഞ്ഞു, വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഞാനിപ്പോൾ കൊച്ചു മനസ്സിൻ്റെ അകത്ത് വന്നൊരു ഉത്തരവാണ്, അത് ദൈവം പറയിപ്പിച്ചൊരു ഉത്തരവാണ്. അപ്പം ഈ കൊച്ചു പറഞ്ഞെന്നോട്, അത് അയാൾ ലാസറിനെ നോക്കേണ്ട പോലെ നോക്കിയില്ലല്ലോ, ലാസറിനെ നോക്കേണ്ട പോലെ നോക്കിയില്ലല്ലോ. അതാണ് കറക്റ്റ് ഉത്തരം, അതാണ് ദൈവത്തിൻ്റെ വ്യാഖ്യാനം. എന്തുകൊണ്ടാണ് ഈ ധനികൻ ശിക്ഷിക്കപ്പെട്ടത്? വളരെ നിഷ്കളങ്കമായി ഒരു 3-ാം ക്ലാസ്സുകാരി മുമ്പിലിരുന്ന് ഈ വലിയ ആൾക്കാർ കേൾക്കുന്നത് ഞാൻ വായും പൊളിച്ചിങ്ങനെ ഇരുന്ന് കേട്ടിട്ട് ഈ കൊച്ചു ടപ്പേന്ന് സ്പോണ്ടിനിയസ് ആയിട്ട് പറഞ്ഞു, അതിന് അയാൾ ലാസറിനെ നോക്കേണ്ട പോലെ നോക്കിയില്ലല്ലോ. അതാണ് ദൈവവചനം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ മനുഷ്യനിവിടെ സംഭവിച്ച കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് ദൈവം കൊടുത്തിരുന്ന ഒരു സൗകര്യം അനുസരിച്ച് ലാസറിനെ അയാൾക്ക് ചികിത്സിക്കാമായിരുന്നു, ലാസറിനെ കുറച്ചുകൂടെ നന്നായിട്ട് പരിചരിക്കാമായിരുന്നു, ലാസറിനെ വീടിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കാമായിരുന്നു, ഒരു മനുഷ്യന് ഉചിതമായ രീതിയിൽ ലാസറിനോട് റെസ്പെക്റ്റ് കാണിച്ച് അവനെ നന്നായിട്ട് ശുശ്രൂഷിക്കാമായിരുന്നു. ഇതൊന്നും ഈ മനുഷ്യൻ ചെയ്തില്ല. സുഖലോലുപതയിൽ കഴിഞ്ഞു. അയാളുടെ മിച്ചം ഏതാണ്ടൊക്കെ കൊടുത്തു. അയാൾക്ക് അതിനകത്ത് യാതൊരു ദണ്ണവും ഇല്ലായിരുന്നു, ഒരു ത്യാഗവും ഇല്ലായിരുന്നു. അയാൾ കഴിച്ചതിൻ്റെ ബാക്കി പട്ടിക്ക് കൊടുക്കുന്ന പോലെ അയാളത് കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അയാൾക്കില്ലായിരുന്നു. അയാൾ ഇയാളെ പരിഗണിച്ചു പോലില്ല. അവനോടെ കിടക്കുവോ കിടക്കാതിരിക്കുവോ എഴുന്നേക്കുവോ പോവോ എന്നാന്നേ ചെയ്യട്ടെ, നോക്കുന്നേയില്ല. ഇതാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡാണ് ദൈവം അയാളെ പിടിക്കാൻ കാരണമായത്. ഈ ആറ്റിറ്റ്യൂഡിലാണ് അയാൾ പരിചയപ്പെടുന്നത്. ഇവിടെയാണ് ദൈവം പറയുന്നത്, സുഖലോലുപത എന്നൊരു തിന്മയുണ്ട്. നിങ്ങൾ സുഖലോലുപതയിൽ മുഴുകുമ്പോൾ, നിങ്ങൾക്കെല്ലാം ആയി കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ മറക്കുന്നു, അവരെ നോക്കേണ്ടതുപോലെ നോക്കുന്നില്ല, അവരെ നോക്കേണ്ടതുപോലെ നിങ്ങൾ നോക്കുന്നില്ല. അവരെ നിങ്ങൾ എത്രമാത്രം പരിഗണിക്കേണ്ടവോ അങ്ങനെ പരിഗണിക്കേണ്ടതുപോലെ നിങ്ങൾ അവരെ പരിഗണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ശരിയായിരിക്കും. നിങ്ങൾക്കെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ അവരെ മറന്നുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളെ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങൾക്കെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ മക്കളെ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങൾക്കെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ സഹായിക്കേണ്ട ഒരു കുടുംബത്തെ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ച കാലത്ത്, നിങ്ങൾ വളർന്ന കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഞെരുക്കങ്ങളിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരുണ്ടാവും. അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. നിങ്ങളെ പഠിപ്പിച്ച ഗുരുഭൂതന്മാര് ഒരു നിലയുമില്ലാതെ ചിലപ്പോൾ ജീവിക്കുന്നുണ്ടാവും. അവരെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. ഒരുപാട് പേരെ ചിലപ്പോൾ നമ്മൾ ഓർമ്മിക്കാനുണ്ടാവും. ദൈവം നമുക്ക് നൽകിയ അവസരങ്ങളും സാധ്യതകളും ഒക്കെ ഉപയോഗിച്ച് പലരെയും നമ്മൾ ചിലപ്പോൾ ഓർമ്മിക്കാനുണ്ടാവും. നമ്മൾ അവരെ വേണ്ടതുപോലെ ഓർമ്മിക്കുന്നില്ലാവും. ചുവന്ന വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് നല്ല മെത്തകളിൽ ഉറങ്ങി സുഖലോലുപതയിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ദരിദ്രരായ ചില ലാസർമാരുണ്ട്.
അങ്ങനെയുള്ള ലാസറന്മാരെ മറക്കുമ്പോഴാണ് പിന്നെ നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് തടസ്സമുണ്ടാവുന്നത്. സ്വർഗത്തിൽ പോകുവാൻ തടസ്സമുണ്ടാവുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം നമ്മളെ ഓർപ്പിച്ചു മറ്റൊരു ധനികനെ. അതൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ഈശോയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, എനിക്കെന്തെങ്കിലും കുറവുണ്ടോ? അതായത് ഈ മനുഷ്യൻ വന്നിട്ട് ഈ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ഈ മനുഷ്യൻ ചോദിക്കുകയാണ്. അപ്പം ഈശോ അവനെ വളരെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. എല്ലാവരും അത്ഭുതപ്പെട്ടു, ഇവനെന്തായി കുറവ്? കാരണം ഇവന് പ്രായോഗികമായിട്ടൊരു കുറവില്ല. കാരണം ഇവൻ വളരെ നന്നായിട്ട് ജീവിക്കുന്നു, നിയമങ്ങളൊക്കെ പാലിക്കുന്നു, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ദൈവം പറഞ്ഞു, ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞു. വളരെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട് കേട്ടോ. എന്താണ് കുറവ്? അവൻ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ നിനക്കുള്ളതെല്ലാം വിൽക്കണം, ദരിദ്രർക്ക് കൊടുക്കണം, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാവും. എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. ഈ യുവാവ് വ്യസനത്തോടുകൂടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈശോ പറഞ്ഞത്, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം. ലൂക്കായുടെ സുവിശേഷം 12 കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ സൂക്ഷിക്കുവിൻ, അവിടെ ചിതല് കടന്നു വരികയോ പുഴുവരിക്കുകയോ ചെയ്യത്തില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ സ്വർഗത്തിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സ്വർഗത്തിലെ നിക്ഷേപം? ഒരു കുടുംബത്തിന് എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടായിരിക്കുന്നത്? നമുക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും സേഫായിട്ടുള്ള ഒരു മാർഗം, നമ്മളിപ്പം സേഫായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും മാസ്ക് വെച്ചൊക്കെ ഇരിക്കുന്നത് അല്ലേ? സേഫായിരിക്കുക. നമ്മൾ ജീവിക്കാനായിട്ടുള്ള വളരെ സേഫായിട്ടൊരു മാർഗം എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ബാങ്കിൽ നല്ലൊരു ഡെപ്പോസിറ്റ് നമുക്കുണ്ടാവുക. ആ ഡെപ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല ഡെപ്പോസിറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു സേഫ്റ്റി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഈശോ ഒരു ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് സ്വർഗത്തിലെ നിക്ഷേപമാണ്. എന്താണ് ഈ സ്വർഗത്തിലെ നിക്ഷേപം? ഇവിടെയാണ് ഞാൻ ആദ്യം തുടങ്ങിയ ഭാഗത്തേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങൾക്കറിയാവോ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കഠിനമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, മനസ്സ് നൊന്ത് കഴിയുമ്പോൾ, ഈശോയുടെ ഹൃദയത്തോട് ഒട്ടിച്ചു ചേർത്ത് വെച്ച ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ക്ഷമയും സ്നേഹവും തിരിച്ചൊഴുക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ ബാങ്കിൽ ഒരു വലിയ നിക്ഷേപം നടത്തി. നിങ്ങളെ വഞ്ചിച്ച ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെ ശപിച്ച ഒരാളെ നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ പക ഇങ്ങനെ വെച്ച് ഏത് സമയത്ത് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് വരാൻ പോകുന്നത് പോലെ പക വെക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സമ്പാദിച്ചു കൂട്ടുകയാണ്. അത്തരം നിക്ഷേപമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ധനികനെ കൂടെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും ഒടുവിലത്തെ ധനികൻ ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ഇന്നലെ അഭിമന്യ പിതാവോട് സൂചിപ്പിച്ചു, ഒരു പൊക്കം കുറഞ്ഞ ധനികനായ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് സക്കേവൂസാണ്. അപ്പം ഈ സക്കേവൂസ് എന്ന് പറഞ്ഞ ധനികന് ഒരു പ്രത്യേകത, അയാൾക്ക് പൊക്കം വളരെ കുറവായിരുന്നു. അയാൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈശോ ആരാണെന്ന് കാണണമെന്നൊരാഗ്രഹം. ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടായിരിക്കും, എന്നറിയാവോ, ഈ കർത്താവ് ഒരു ചുങ്കക്കാരനെ വിളിച്ചു പറഞ്ഞു. കാരണം ഈ ചുങ്കമെന്ന് പറയുന്നത് മൊത്തം ഈ GST പരിപാടിയൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. GST ഒക്കെ ഇവിടെ കണ്ടുപിടിച്ചതൊന്നുമല്ല GST. കാരണം അന്ന് ഈ ചുങ്കം പിരിക്കുന്ന ആളാണ് സക്കേവൂസ്. റോമാക്കാർക്ക് വേണ്ടി, കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ചുങ്കം പിരിക്കുന്നയാളായിരുന്നു സക്കേവൂസ്. അപ്പം സക്കേവൂസിൻ്റെ കീഴെ ഒരുപാട് ജോലിക്കാരുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്തെ ഒരു ജോലിക്കാരനായിരിക്കണം മത്തായി. ചുങ്കസ്ഥലത്തിരിക്കുകയായിരുന്നു. അപ്പൊ കർത്താവ് വഴിക്ക് കടന്നുപോയിട്ട് മത്തായി കണ്ടു പറഞ്ഞു, നീങ്ങി പോരാൻ പറഞ്ഞു. മത്തായിയുടെ ചിത്രം കാർലോ കരവാജോ എന്ന് പറയുന്ന ഒരു നല്ല ചിത്രകാരൻ വരച്ചു വെച്ചിട്ടുണ്ട് റോമിലൊരു പള്ളിയിൽ. നല്ല മനോഹരമായൊരു ചിത്രമാണ്. ആ
അതിനകത്ത് ഇങ്ങനെയാണ് ആ ചിത്രം വരച്ചു വെച്ചേക്കുന്നത്. മത്തായി ഇങ്ങനെ കാശൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സീനിൽ മത്തായി, രണ്ടാമത്തെ സീനിൽ കർത്താവ് മത്തായിയെ നോക്കുന്നു, മത്തായി കർത്താവിനെ നോക്കുന്നു. അപ്പോൾ കർത്താവ് വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ പത്രോസും യാക്കോബും ഒക്കെ അടുത്ത് നിൽപ്പുണ്ട്. പത്രോസ് യാക്കോബ് ഈശോയെ നോക്കിയിട്ട് പത്രോസ് ഇങ്ങനെ ചോദിക്കുന്നു, ഇവനെയാണോ നീ വിളിക്കുന്നത്? യാക്കോബും ചോദിക്കുന്നത്, നിനക്ക് ആളെ തെറ്റി, ഇവനെയാണോ നീ വിളിക്കുന്നത്? ഈ അർത്ഥം വരുന്ന ഒരു പടമാണ് അവിടെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ കർത്താവ് വളരെ സൂക്ഷ്മമായിട്ട് മത്തായിയോട് പറയുന്നു, നീങ്ങി വാ എന്ന് വിളിക്കുന്നു. അങ്ങനെ മത്തായി എഴുന്നേറ്റ് ചെല്ലുകയാണ്. അവിടെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോയി. അപ്പം തൻ്റെ പ്രിയപ്പെട്ട ഒരു ചുങ്കക്കാരനെ എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇന്നലെ വരെ ഈ പരിപാടി ചെയ്തിട്ട് ഈ ഒരു മനുഷ്യൻ വിളിച്ചതിൻ്റെ പേരിൽ ഇതെല്ലാം ഇട്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ സക്കേവൂസിന് തീർച്ചയായും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ട്, ഇത് ആരാണെന്നൊന്ന് അറിയാൻ. അപ്പോഴറിഞ്ഞ് സക്കേവൂസിന് ടൗണിൽ കൂടെ ഈശോ പോകുന്നുണ്ട്. അങ്ങനെ സക്കേവൂസ് ഈശോയെ കാണാൻ തീരുമാനിക്കുകയാണ്. ഈശോയെ കാണാൻ തീരുമാനിച്ചപ്പോൾ സക്കേവൂസ് ഒരു മാർഗം തിരഞ്ഞെടുത്തു. സക്കേവൂസിന് പൊക്കം വളരെ കുറവായിരുന്നു പൊക്കം. അപ്പോൾ ഈ പൊക്കം കുറവാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പൊക്കം കുറവാണെങ്കിൽ പല കുഴപ്പങ്ങളുണ്ട്, പക്ഷേ പൊക്കം കുറവാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പൊക്കം കുറവുള്ളവർക്കറിയാം എന്താണ്, വലിയ തിരക്കൊക്കെയാണ് അവർക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി അങ്ങ് പോകാം അല്ലേ. പൊക്കം കൂടുതലുള്ളവർക്ക് അങ്ങനെ പറ്റത്തില്ല. പൊക്കം കുറവാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൂടെ നുളഞ്ഞു കയറി മുമ്പിൽ ചെന്ന് വേണേൽ നിൽക്കാം. അപ്പോൾ ഈ ഈശോയെ കാണാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ചടുപടാന്ന് സക്കേവൂസിന് കയറിപ്പോകായിരുന്നു. പക്ഷേ ആ മാർഗം സക്കേവൂസ് എടുത്തില്ല. എന്താ കാരണം? പോയിരുന്ന ആരെങ്കിലും ഞെക്കിക്കൊന്നനെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവനോട് പകയും കലിയാണ് എല്ലാവർക്കും ഇവനോട് പകയും കലിയാണ്. കാരണം ഇവൻ്റെ പരിപാടി എന്താണ്? ഇവൻ ആൾക്കാരെ കുത്തിന് പിടിച്ച് കാശ് പിടിക്കുന്ന ആളാണ്. എന്നിട്ടോ ഭയങ്കര കൊഴുപ്പിൽ ജീവിക്കുന്ന ആളാണ്. ഭയങ്കര കെട്ടിടം പണിത് ഭയങ്കര സമൃദ്ധിയിൽ ജീവിക്കുന്ന ആളാണ്. എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരാളാണ് ഇയാൾ. അപ്പോൾ എങ്ങാനും പരുവത്തിന് മനുഷ്യർക്ക് കിട്ടി അവർ ഞെക്കിക്കൊന്നുകളയും. അതുകൊണ്ട് ഇയാൾ വളരെ ബുദ്ധിപൂർവമായിട്ട് എന്ത് ചെയ്തു? ഇയാളൊരു മരത്തിൽ വലിഞ്ഞു കയറി. എന്നിട്ട് ആ ഇലകൾക്കിടയിൽ, കാരണം ചെറിയ മനുഷ്യനായതുകൊണ്ട് വലിയ ഇലകളുള്ള മരത്തെ കയറിയിട്ട് അതിനിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. തരുക്കൾക്കിടയിൽ ഒളിച്ചിരുന്നു സക്കേവൂസ് എന്നാണ് പറയുന്നത്. ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നു. അപ്പം ഇങ്ങനെ ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്ന അവസരത്തിൽ ഈശോ ആ സ്ഥലത്ത് വന്നിട്ട് സൂക്ഷ്മം അവിടെ നിന്നു. അതാണ് ഈശോയുടെ ഒരു പ്രത്യേകത. സൂക്ഷ്മം ആ സ്പോട്ടിൽ നിന്നു. ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സക്കേവൂസ് താഴേക്ക് ഇറങ്ങി വരിക. സക്കേവൂസ് അന്തം വിട്ടുപോയി. എങ്ങനെ ഈ പേരറിഞ്ഞത്? ഇതുവരെ ആരും ഈശോയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നോക്കിയിട്ട് പറഞ്ഞു, സക്കേവൂസേ നീ താഴേക്ക് ഇറങ്ങി വാ. നെഞ്ചൊക്കെ പറഞ്ഞൊരു പരുവായിട്ടുണ്ടാവും ഈശോ ഇറങ്ങി വന്നപ്പോൾ. കാരണം പേടിച്ച് വിറങ്ങലിച്ചു പോയി. ഇതാര് പേര് പറഞ്ഞു കൊടുത്തു? എങ്ങനെ പേരറിഞ്ഞു? ഒന്നും ഇയാൾക്ക് അറിയത്തില്ല. ഇയാൾ ഊന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. വന്നപ്പോഴത്തെ അടുത്ത ഷോക്ക് പറയാണ്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരാൻ പോവാണ് താമസിക്കാനായിട്ട്. ഇപ്പം ഞെട്ടിയത് കൂടെ നടന്ന മനുഷ്യരാണ്. ഇവൻ ആരുടെ അടുത്തായി പോകുന്നത്? ചുങ്കക്കാരിൽ പ്രധാനി, പാപികളിൽ പ്രധാനി, മനുഷ്യരെ കൊല്ലുന്നവരിൽ പ്രധാനി, മനുഷ്യനെ വേദനിപ്പിക്കുന്നവരിൽ പ്രധാനി, അവൻ്റെ വീട്ടിൽ പോകാൻ പോകുന്നു. ഈ മനുഷ്യൻ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നവൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നവൻ, അവൻ പോകുന്നു. ജനം ഞെട്ടി. ഈശോ തെല്ലും പതറിയില്ല. ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാൻ പോവാണ്. സക്കേവൂസിന് സ്തബ്ധനായിപ്പോയി. നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ സക്കേവൂസിൻ്റെ വീട്ടിൽ ഈശോ ചെല്ലുന്നു. നിങ്ങൾക്കറിയാവോ, ഈ വീട്ടിലാകെ 2 കൂട്ടരെ ചെന്നിട്ടുള്ളൂ. ഈ വീട്ടിലാകെ 2 കൂട്ടരെ ചെന്നിട്ടുള്ളൂ. ഒന്ന്, പണം പലിശയ്ക്ക് കടം വാങ്ങാൻ ആൾക്കാർ. 2, പലിശ തിരിച്ചടയ്ക്കാൻ ഇപ്പം പറ്റത്തില്ല, സമയം നീട്ടിത്തരണമെന്ന് വേണ്ടി ചെല്ലുന്ന ആൾക്കാർ. ഈ 2 കൂട്ടർ മാത്രമേ ഈ പടി കയറാറുള്ളൂ. ഈ 2 കൂട്ടർ മാത്രം. അതുകൊണ്ട് തന്നെ ഈ പടിവാതുക്കൽ മുഴുവനും കണ്ണുനീരാണ്. പണം വാങ്ങാൻ ചെല്ലുന്നവൻ്റെ കണ്ണുനീര്, സമയത്ത് തരാനില്ല എന്ന് പറഞ്ഞ് ചെല്ലുന്നവൻ്റെ കണ്ണുനീര്. ഈ കണ്ണുനീര് വീണ സ്ഥലമാണ് സക്കേവൂസിൻ്റെ വീട്. അപ്പം ഈ കണ്ണുനീര് വീണ സ്ഥലത്ത് ഈശോ നടന്നു ചെന്ന് കയറുകയാണ്. ഈശോ നടന്നു ചെന്ന് കയറി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സക്കേവൂസ് പറയാണ്, അതെ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താണ്? ഞാൻ എൻ്റെ സമ്പത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കാൻ പോവാണ്. പിന്നെ ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്, വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തേക്കാം. ഈശോ വളരെ പുഞ്ചിരിയോടുകൂടെ സക്കേവൂസിനെ നോക്കി.
എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിന്റെ വീടിന് രക്ഷ വന്നിട്ടുണ്ട്, ഇന്ന് നിന്റെ വീട് രക്ഷപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന് ഈശോ നിങ്ങളുടെ കൂടെ തിരികെ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിന്? രക്ഷ നൽകുവാനായിട്ട്. നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഈശോ വരാൻ പോവാണ്. എന്തിന്? രക്ഷ നൽകുവാനായിട്ട്. ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഈശോ നിങ്ങളെ വഴക്കൊന്നും പറയുന്നില്ലല്ലോ. സക്കേവൂസിനെ ഈശോ ഒരു വഴക്കും പറഞ്ഞില്ല. സക്കേവൂസിനോട് ഈശോ ചൂടായില്ല. സക്കേവൂസിനോട് ഒരു അതൃപ്തിയും കാണിച്ചില്ല. സക്കേവൂസിനോട് മനുഷ്യൻ ഞെട്ടിപ്പോകുന്ന പോലെയാണ് സക്കേവൂസിനോട് ഈശോ പെരുമാറിയത്. അത്ര കരുണയോടുകൂടിയാണ് ഈശോ പെരുമാറിയത്. ഈശോ ഈ മനുഷ്യനോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറി. അപ്പോഴാണ് ഈ മനുഷ്യൻ ഈ പ്രതിഫലനങ്ങൾ കാണിച്ചത്. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്ത് വെച്ചാൽ മതി. എന്താണ്? നിങ്ങൾ മറ്റുള്ളവരെ ഓർമ്മിക്കണം. നിങ്ങൾ ക്ഷമിക്കാനുള്ളവരെ ഓർമ്മിക്കണം, അവരോട് ക്ഷമിക്കണം. നിങ്ങൾ കരുണ കാണിക്കാനുള്ളവരെ ഓർമ്മിക്കണം, അവരോട് കരുണ കാണിക്കണം. നിങ്ങൾ അകന്നു പോയിട്ടുണ്ടോ ആരോടെങ്കിലും, അവരെ ഓർമ്മിക്കണം. നിങ്ങൾ പ്രാർത്ഥനയിൽ അവരോട് അടുക്കണം. നിങ്ങൾ ആരെങ്കിലും അനുഗ്രഹിക്കാതെ കടന്നു പോകുന്നുണ്ടോ, അവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെ ഓർമ്മിക്കാതെ കടന്നു പോയിട്ടുണ്ടോ, അവരെ നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങൾ അവരുമായി സംസാരിച്ചിട്ട് ദീർഘകാലങ്ങളായോ, നിങ്ങൾ അവരോട് സംസാരിക്കണം. നിങ്ങളുടെ ഭാര്യയെ ഹൃദയപൂർവ്വം സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ, നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ അവരെ കേൾക്കാതിരുന്നിട്ടുണ്ടോ, നിങ്ങൾ അവരെ കേൾക്കണം. പിന്നെ ദൈവം തന്ന സമ്പത്തൊക്കെ വിനിയോഗിക്കാതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കുവെക്കാതിരുന്നിട്ടുണ്ടോ, അത് പങ്കുവെക്കാനുള്ള സന്നദ്ധത കാണിക്കണം. ഇതാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ആരാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആരാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ സമ്പത്തുമായി ചേർന്ന് ഇപ്രകാരം ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് സമ്പത്തുള്ളത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകാതിരിക്കത്തില്ല. മറിച്ച് അതിൻ്റെ പിന്നിലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അത് ദൈവം തന്നതാണെന്നും ദൈവം ദാനമായി തന്നതാണെന്നും എനിക്ക് ദൈവം അത് തന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണെന്നുമുള്ള ഒരു ബോധ്യമാണത്. സുഖലോലുപതയിൽ മുങ്ങി, സ്വാർത്ഥതകളിൽ മുങ്ങി, അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് തെറ്റെന്ന് പറയുന്നത്. അവിടെയാണ് ഈശോയും സമ്പത്തും തമ്മിൽ പിണക്കം ഉണ്ടാവുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും പിണക്കമില്ല. കാരണം 5 കൊടുത്തവൻ സമ്പാദിച്ച് 5 കൂടെ നേടിയപ്പോൾ ഈശോ അവനോട് പറഞ്ഞ എന്താണ്? നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, ചെറിയ കാര്യങ്ങൾ നീ വിശ്വസ്തനായിരുന്നതുകൊണ്ട് നിന്നെ വലിയ കാര്യങ്ങൾ ഞാൻ ഭരമേൽപ്പിക്കും. 2ന്റെ കൂടെ 2 കൂടെ നേടിയവനെ ഈശോ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒന്നും നേടാഞ്ഞവനെ മാത്രമാണ് വിമർശിച്ചത്. അത് കുഴിച്ചിട്ടവനെ മാത്രമാണ് വിമർശിച്ചത്. നേടിയവനെ, അധ്വാനിച്ചവനെ, ബുദ്ധി ഉപയോഗിച്ചവനെ, സാഹചര്യങ്ങൾ ഉപയോഗിച്ചവനെ ഈശോ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അവിടെ ഒന്നും ഒരു കുഴപ്പവും ഈശോ മനുഷ്യരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പങ്കുവെക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് ഈശോ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ഇനിയും മറ്റു ചിലരുടെ സ്വർഗത്തിലേക്ക് പോവില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായമാണ് നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നത്. നാളെ നമ്മളത് നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ കേൾക്കും. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം. ആ 25-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന് അവസാന വിധിയാണ് പറയുന്നത്. ആ അവസാന വിധി കുടുംബ ബന്ധങ്ങളുമായി ചേർത്ത് നാളെ നമ്മൾ ധ്യാനിക്കും. അതിനു മുമ്പ് പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് 10 കന്യകമാരുടെ ഉപമയാണ്. 10 കന്യകമാരുടെ ഉപമ. 2 പറയുന്നത് ഈ താലന്തുകളുടെ ഉപമയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. താലന്തുകളുടെ ഉപമയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 10 കന്യകമാരുടെ ഉപമ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത് നിർത്തുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് അത് ഞാനിങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. 10 കന്യകമാർ ഈശോയെ, മണവാളിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അതിൽ 5 പേരെക്കുറിച്ച് വചനം വിശേഷിപ്പിച്ചത് അവർ വിവേകമതികളായിരുന്നു. 5 പേരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് വിവേകശൂന്യരായിരുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ 10 പേരും ചെയ്ത ഒരു കാര്യമുണ്ട്. മണവാളിനെ എതിരേൽക്കാനായിട്ട് പോയി. അത് ബുദ്ധിപൂർവമായൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇവിടെ വിവേകശൂന്യർ എന്ന് പറഞ്ഞാലും ഇവർ മണവാളിനെ എതിരേൽക്കാൻ പോയിട്ടുണ്ട്. 1. 2, 10 പേരും പോയപ്പോൾ കയ്യിൽ വിളക്കെടുത്തിരുന്നു. അപ്പോൾ ഇവർ വിവേകമതികളാണ് അല്ലേ? 10 പേരും വിളക്കെടുത്തുകൊണ്ടാണ് പോയത്. 3, വിളക്കുകളിൽ അവർ എണ്ണ കരുതിയിരുന്നു. അതും ഓക്കെയാണ്.
നാലാമത്തെ ഒരു കാര്യത്തിൽ മാത്രമേ ഇവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. നാലാമത്തെ കാര്യം എന്തായിരുന്നു? നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിവേകമതികൾ എന്ന് വിളിച്ചവർ എക്സ്ട്രാ എണ്ണ ഇച്ചിരി എടുത്തുകൊണ്ടാണ് പോയത്. മറ്റവരോ അവരെടുത്തില്ല. അവർ പറഞ്ഞു, എന്തിനാ എടുക്കുന്നത്? അവിടെ ചെല്ലുമ്പോൾ വേണമെങ്കിൽ മേടിക്കാമല്ലോ, എന്തിനാ എടുക്കുന്നത് എന്നവർ ചോദിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു, ഞാൻ ഈ 3 ദിവസത്തേക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ്? ലെസ് ലഗേജ് മോർ കംഫർട്ട്, അല്ലേ? നമ്മൾ അങ്ങനെയാണ് ശ്രമിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് ശ്രമിക്കുന്നത്. സ്ത്രീകളൊക്കെ ചില സമയത്ത് ചില സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ലഗേജൊക്കെ ആയിട്ട് പോകുന്ന കാണാറുണ്ടല്ലോ. അപ്പോൾ പക്ഷേ സമയം സാധാരണഗതിയിൽ ഉള്ളൊരു ചിന്തയനുസരിച്ച് ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. അപ്പോൾ മനുഷ്യർ അങ്ങനെയാണ് ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ 5 പേര് ശ്രമിച്ചതെന്ന് വേണേൽ പറയാം. അവർ ചോദിച്ചത്രേ ഉള്ളൂ, എന്തിനാണ് ഈ എണ്ണ ഇവിടുന്ന് ചുമ്മിക്കൊണ്ട് പോകുന്നത്? അവിടെ ചെന്ന് വേണമെന്നുണ്ടെങ്കിൽ കച്ചവടക്കാരെ മേടിക്കാമല്ലോ, അപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അവർ ചിന്തിച്ചതിനകത്ത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റവും സംസ്കാരവും അനുസരിച്ച് ഒരു തെറ്റുമില്ല എന്ന് വേണേൽ പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുഴപ്പം എവിടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇവർ 5 പേര് സ്വർഗത്തിൽ പോയില്ല. ഈ ബൈബിള് നമ്മളെ അവസാനം വരെ പഠിപ്പിച്ചത് എന്താണെന്നറിയാവോ? പങ്കുവെക്കണമെന്നാണ് പഠിപ്പിച്ചത്. പക്ഷെ അവസാനം 5 പേര് സ്വർഗത്തിൽ പോയവരാരാണ്? ഈ മറ്റവർ ചോദിച്ചു, ഒരു തുള്ളി എണ്ണ ഞങ്ങൾക്ക് തരാവോ? ഇച്ചിരി എണ്ണ ഞങ്ങൾക്ക് തരാവോ? പറഞ്ഞ തരത്തില്ല, തന്നാൽ നിങ്ങൾക്കും തികയാതെ വരും, അതുകൊണ്ട് നിങ്ങൾ പോയി മേടിച്ചോളാം, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോളാൻ പറഞ്ഞു. പോയി കച്ചവടക്കാരുടെ അടുത്ത് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവസാനം എന്നാ സംഭവിക്കുന്നു? കൊടുക്കാത്തവർ സ്വർഗത്തിൽ പോയി. ഇതെന്ത് ലോജിക്കാണ്? ഇത് ഈശോയോട് ചോദിക്കണം, ഇതെന്ത് ലോജിക്ക ഇത്? കാരണം അവസാനം വരെ കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം കൊടുക്കാത്തവരാണ് അങ്ങോട്ട് പോയത്. അല്ലെ, വേണമെന്നുണ്ടെങ്കിൽ ഒരു ചുമ്മാ കയ്യെ മുക്കി ഒരു തുള്ളി ആ തിരിയെ വെച്ചിരുന്നെങ്കിൽ ഈ മണവാളം വരുന്ന സമയത്ത് അത് കത്തുമായിരുന്നല്ലോ. അപ്പോൾ ഇവർ കൊടുത്തില്ലല്ലോ, മോശമായിപ്പോയില്ലേ കൊടുക്കാഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഈ ബാംഗ്ലൂർ ചിന്താഗതിയിൽ ചിന്തിക്കരുത്, കേരള ചിന്താഗതിയിൽ ചിന്തിച്ചാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറയുന്ന ഉദാഹരണം മനസ്സിലാകത്തുള്ളൂ. കേരളത്തിലൊരു വീട്ടിൽ 2 പിള്ളേർ അവർ പള്ളു കൊടുത്തി പോകാൻ പോവാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോവുകയാണ്. ശക്തമായ മഴ പെയ്യാൻ പോകുന്നു, മഴക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അപ്പം മഴക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അപ്പനും അമ്മയാണ്, നിങ്ങൾ പിള്ളേരോട് എന്ത് പറയും? എന്നെ എടുത്തുകൊണ്ട് പോകാൻ പറയും, കുട എടുത്തുകൊണ്ട് പോടാ എന്ന് പറയും, കുട എടുത്തുകൊണ്ട് പോകാൻ പറയും. സാധാരണയിൽ പിള്ളേർക്ക് കുട എടുക്കാൻ ഇൻട്രസ്റ്റ് കാണുമോ? ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ പറയും, മര്യാദയ്ക്ക് കയറി വന്ന് കുട എടുത്തുകൊണ്ട് പോകും, ഇല്ല നനഞ്ഞ് ഇവിടെ പനി പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാം, കുട എടുത്തുകൊണ്ട് പോകും എന്ന് പറയും. അപ്പോൾ ഒരുത്തൻ പറയാണ്, ഞാൻ എന്തായാലും കുട എടുക്കും, നീ വേണേൽ പോയി കുട എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരുത്തൻ ബലിയാടായി അവൻ പോയി കുട എടുക്കാൻ അകത്ത് കയറി. അവൻ പോയി അവിടെ ചെന്ന് കുട എടുത്തുണ്ട്. 2 പേർക്കും കുട വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുത്തൻ പോയി കുട എടുത്തുകൊണ്ട് വന്ന് ഇവർ ഒരു 50 മീറ്റർ 100 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ചതച്ചു കുത്തി മഴ പെയ്യാൻ തുടങ്ങി. ഒരുത്തൻ്റെ കയ്യിലെ കുടയുള്ളൂ. ബൈബിളിലെ നീതി അനുസരിച്ച് കുടയെടുത്തവൻ എന്നാ പറയണം? കുടയെടുത്തവൻ പറയണം, എനിക്കും നിനക്കൂടെ ഇത് തികയാതെ വരുന്നതിനാൽ ഒന്നെങ്കിൽ നീ പോയി കുട എടുത്തോണ്ട് വരിക, അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും കയറി നിൽക്കുക. ഇവൻ ആദ്യം പറഞ്ഞതിനറിയോ, പിന്നെ മഴ പെയ്താൽ എവിടെയെങ്കിലും കയറി നിൽക്കാമല്ലോ, നനയത്തില്ലെന്ന്, എവിടെയെങ്കിലും കയറി നിൽക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. ബൈബിളിലെ നീതി അനുസരിച്ച് കുട കയറ്റാൻ പറ്റുകയില്ല. കാരണം ഈ കുട കയറി കഴിഞ്ഞാൽ എനിക്കും നിനക്കും ഇത് തികയാതെ വരും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ശരിക്കും ഇതിൻ്റെ പിന്നിലെ പൊരുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈസ മടക്കി 2 കുട വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. 2 ഒന്ന് അവനും ഒന്ന് ഇവനുമായിട്ട് മേടിച്ചു വെച്ചേക്കുന്നതാണ്. എന്തുകൊണ്ട് ഇവൻ ഈ കുട എടുത്തില്ല? ഇവൻ ഈ കുട എടുക്കാഞ്ഞത് മടി കൊണ്ടാണ്, അലസത കൊണ്ടാണ് കുടയെടുക്കാഞ്ഞത്. ഇതാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള മറ്റൊരു തടസ്സം. അലസൻ സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല, മടിയൻ സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല. ദൈവം നിനക്ക് തന്ന സാധ്യതകളെ ഉപയോഗിക്കാതെ നീ സ്വർഗത്തിൽ പോകില്ല. നീ എവിടെ നിന്ന് കൈ നീട്ടിയിട്ട് എല്ലാം ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞാൽ ദൈവം തരത്തൊന്നുമില്ല. എല്ലാം ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞാൽ പോരാ. നിന്റെ സന്തോഷം നിന്നെയാണ് ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. നിന്റെ വളർച്ച നിന്നെയാണ് ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ
നിന്നെയാണ് ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. ദൈവം നിനക്ക് തന്ന സാധ്യതകൾ ഉപയോഗിക്കണം. അതാണ് ഈ 5 താലന്തും 2 താലന്തും കിട്ടിയിട്ട് 1 കൊടുത്തവൻ കൊണ്ട് കുഴിച്ചിട്ടപ്പോൾ അവനോട് പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത മറ്റൊരു കൂട്ടരാരാണ്? മടിയന്മാരാണ്, അലസന്മാരാണ്. മക്കളെ അലസരാക്കരുത്, മടിയന്മാരാക്കരുത്. എല്ലാം വാങ്ങിച്ച് കൂട്ടി കൊടുത്തിട്ട് അലസരാക്കരുത്, അവരെ അലസരാക്കി കളയരുത്. നമ്മളും ജീവിതത്തിൽ അലസരായി നിൽക്കുന്നത് കാണരുത്. ഏത് സാഹചര്യത്തിലും അലസതയോടുകൂടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങിരിക്കുകയാണ്. ഇപ്പം ഇനി വരാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് പറഞ്ഞത്, നമ്മൾ ഈ IT ഫീൽഡിൽ ബാംഗ്ലൂർ ഉള്ളവർ ധാരാളം പേര് IT ഫീൽഡിലാണ്. IT ഫീൽഡിൽ ഈ AC-ക്കകത്തിരുന്ന് എപ്പോഴും വർക്ക് ചെയ്ത് എപ്പോഴും ഇങ്ങനെ നോക്കിയിരുന്ന് കഴുത്തിൻ്റെ കസേരന് തേയ്മാനം വന്ന് മുഴുവൻ കഴുത്ത് വേദനയാകാൻ ഒരുപാട് ആൾക്കാർക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ IT വർക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ എല്ലാ പിള്ളേർക്കും കഴുത്ത് വേദനയായി. മൊബൈലിലേക്ക് നോക്കിയിരുന്ന് വേറെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കഴുത്ത് വേദനയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ കഴുത്ത് വേദനകളാകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലസൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പം ഇന്ന് നമ്മൾ കണ്ടത് മുഴുവനും സ്വർഗരാജ്യത്തെക്കുറിച്ചായിരുന്നു, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. നാളെ നമ്മൾ കാണുന്നത് ശരിക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് കാണുന്നത്. അതും സ്വർഗരാജ്യവും തമ്മിൽ ബന്ധപ്പെടുത്തിയായിരിക്കും നാളെ പ്രധാനപ്പെട്ട ടോക്ക് നമുക്കുണ്ടാവുന്നു. അതിനോട് ചേർന്ന് മറ്റു ചില കാര്യങ്ങളൂടെ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും.